ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കാണ്. അപ്പൊ പ്രതിക്കൂട്ടി നിൽക്കുന്ന വിക്രമാണ്. എതിർ ഭാഗത്ത് നമ്മുടെ ദീപയും അമ്മുമ്മയും കല്യാണിയും അതുപോലെ തന്നെ കാദംബരിയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. പ്രകാശനും ഉണ്ട്. ആദ്യം പ്രകാശനെയാണ് വിസ്തരിക്കുന്നത്. പ്രകാശൻ പറയുന്നുണ്ട്, കോടതിയിൽ ജഡ്ജിയോട് പറയുന്നുണ്ട്, എനിക്ക് ഈ ലോകത്ത് ആകെയുള്ളത് എന്റെ മോൻ മാത്രമാണ്, വേറെ ആരും എനിക്കില്ല. ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ചു പോയി, അവൾക്ക് അവളുടെ പെൺമക്കളെ മതി എന്ന് പറഞ്ഞു. എന്റെ ആൺകുട്ടീനെ അവൾക്ക് ഇഷ്ടമല്ല സാറേ. പിന്നെ എനിക്ക് എന്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാത്തിനും കൂട്ട് എന്റെ അമ്മ മാത്രമായിരുന്നു. അമ്മ മനസ്സ് മാറി അടുത്തുനിന്ന് പോയി. ഞാനാണെങ്കിൽ 3-4 ഹാർട്ട് അറ്റാക്ക് പോലും വന്നിരിക്കുന്ന ഒരു രോഗിയാണ്. എനിക്ക് എന്നെ നോക്കാട്ട് വയസ്സാം കാലത്ത് ആരുമില്ല, ആകെയുള്ളത് എന്റെ മോൻ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തെ വിചാരിച്ചിട്ട് എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മോന്റെ ഈ അവസ്ഥയും അതുപോലെ തന്നെ എന്റെ രോഗവും വിചാരിച്ചിട്ട് ബഹുമാനപ്പെട്ട കോടതി എന്റെ മോനെ വെറുതെ വിടണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ പ്രകാശം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാട്ടോ. അതിനുശേഷം വിളിപ്പിക്കേണ്ടത് നമ്മുടെ അമ്മുമ്മേനെയാണ് ജഡ്ജി വിളിപ്പിക്കുന്നത്. അപ്പൊ അമ്മുമ്മ നല്ല രീതിയിൽ പറയുന്നുണ്ട് പ്രകാശിനെ കുറിച്ച് പറയണ്ട. അതാണ് വിക്രം എന്ന് പറഞ്ഞ മോനെ വഷളാക്കിയത് ഞാനും ഈ പ്രകാശ് എന്ന് പറഞ്ഞവൻ തന്നെയാണ്. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പെൺമക്കളെ ജനിക്കുന്നത് കുലം മുടിക്കാനാണെന്ന് വരെ ഞാനും എന്റെ മോനും വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ തിരുത്തി. പെണ്ണും ആണും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പെണ്ണും ആണ് എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഈ വിക്രം എന്ന് പറഞ്ഞ മോനെ ചീത്താക്കിയത് ഞാൻ സമ്മതിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ആ പ്രകാശനുമാണ്. പക്ഷെ എന്നിട്ട് ഇവൻ നേരെയായില്ല. സ്വന്തം കൂടപ്പിറപ്പിന്റെ തല തല്ലി പൊട്ടിക്കാൻ പോലും ഇവ മടിക്കില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല സാറേ. കല്യാണം എന്ന് പറഞ്ഞ പാവപ്പെട്ട പെണ്ണ് ഏതൊക്കെ തരത്തിലാണ് ഉപദ്രവിച്ചെന്ന് അറിയാവോ? ഞാനും എന്റെ മോനും കൂട്ട്. എനിക്ക് വേണമെങ്കിൽ കോടതി വിധി വിധിച്ചോളൂ. ഞാൻ ചെയ്ത തെറ്റിനെ വേണമെങ്കിൽ എനിക്ക് ശിക്ഷ തന്നോളൂ. പക്ഷെ ഞാൻ ചെയ്ത തെറ്റ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനും ഈ പ്രകാശനും കൂടിയിട്ടാണ് എന്താണ് കല്യാണി ദീപയുടെ വയറ്റിലിരിക്കുമ്പോ പോലും വിഷം കലക്കി കൊടുത്തിട്ട് അവളുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടത്. ഇവൾക്കിപ്പോ സംസാരം കിട്ടും 1 വർഷമായിട്ടുള്ളൂ എന്നൊക്കെ പറയണം. അപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയണ കോടതി എടുത്ത അമ്മുമ്മ. അതിനുശേഷം ദീപ വരുന്നുണ്ട്, ജഡ്ജി അടുത്ത് പറയുന്നുണ്ട്. ജഡ്ജി അത് വിക്രത്തിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവൻ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനിയും പല ആൾക്കാരുടെ തലതല്ലി പൊട്ടിക്കും. ഇപ്പൊ കാർത്തികയുടെ സ്വന്തം കൂടപ്പറപ്പാണെന്ന് ചേച്ചിയാണെന്ന് ഇവനെ അറിയാം. സ്വന്തം രക്തം തന്നെയാണ് കാർത്തികയുടെ ദേഹത്ത് ഓടുന്നത്. എന്നിട്ടൊരു മടിയില്ലാതെ അവൻ കാർത്തികയുടെ തല പൊട്ടിച്ചു. ഇങ്ങനത്തെ ആൾക്കാർ പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ തന്നെ അവരത്തെ ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം കൂടി കല്ലെറിഞ്ഞ് കൊല്ലണോന്നേ ഞാൻ പറയുള്ളൂ. ഇവൻ ലോകത്ത് ജനിക്കാൻ പോലും പാടില്ലാത്ത ഒരുത്തനാണ്, ഭൂമിക്ക് ഭാരമാണ്. അതുകൊണ്ട് ഇവന്റെ കൂടെ ഇവന്റെ അച്ഛനെ കൂടി ശിക്ഷിച്ചാൽ കൊള്ളാം. കാരണം രണ്ടുപേരും കണക്കാണ്. ഇപ്പൊ ഇവൻ ജയിലിൽ കിടന്നാലും ഇവന്റെ അച്ഛൻ പകരം വീട്ടാൻ വേണ്ടി നടക്കും എന്നിങ്ങനെ പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പ്രകാശാണെങ്കിൽ ആകെ പൊളിച്ചിങ്ങനെ നിൽക്കുവാട്ടോ. വിക്രമാണെങ്കിൽ ആകെ തളർന്നൊടിഞ്ഞിട്ട് ഇങ്ങനെ പ്രതിക്കൂട്ടി തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. അങ്ങനെ ദീപ പറയുന്നുണ്ട്, ഇവൻ ഇത് മാത്രമല്ല ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ഇവന്റെ അച്ഛനും അതെ. എന്റെ കല്യാണി മോളും കിരൺ മോനും സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ബ്രേക്ക് കളഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് കൊല്ലാൻ നോക്കിയതാണ് ഈ പ്രകാശ് എന്ന് പറഞ്ഞ ആള്. പിന്നെ ഈ വിക്രത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ശരണ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അയാളെ തലതല്ലി പൊട്ടിച്ച് അയാൾ ഇപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെ ബെഡിൽ കിടക്കാണ്. ആ പെണ്ണിന്റെ വിഷമം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പെമ്പിളുടെ ജീവിതം എന്റെ മകനായിട്ടുള്ള ഈ വിക്രം തകർത്തതാണ്. ഈ കിരണിന്റെ അനിയത്തി സോണിനെ കല്യാണത്തിന് മുമ്പ് സ്നേഹം നടിച്ച് ഗർഭിണിയാക്കിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പല രീതിയിലും അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു. പക്ഷെ ഇവൻ കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സോണി മോളും. അതുകൊണ്ട് ഇങ്ങനത്തുള്ള ആൾക്കാരെ ദൈവത്തെ ഓർത്ത് ഇനി പുറത്തേക്ക് വിടരുത് എന്നാണ് ഞാൻ പറയണത്. അപ്പൊ അതുകൊണ്ട് ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ദീപ പറയാണ്. പ്രകാശന് നെഞ്ചുവേദന വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിക്രം ജയിലിലേക്ക് തന്നെ പോകോട്ടെ. അന്ന് രാത്രിയാണ് പ്രകാശനെ കാല് തല്ലി ഓടിക്കാൻ വേണ്ടി നമ്മുടെ അമ്മുമ്മ വീട്ടിൽ വന്ന് കാല് തല്ലി ഓടിക്കുന്ന ഭാഗം. എന്തായാലും അടിപൊളി ഭാഗമാണ്. ഇനി നാളെയും മറ്റന്നാളൊക്കെ തന്നെ വരാൻ പോകുന്നത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.